ബസ്സുകളിൽ സ്ഫോടനം. ടെൽ-അവീവിന് സമീപം ബാറ്റിയാമിലാണ് സംഭവം. 2 ബസ്സുകളിലെ ബോംബ് നിർവീര്യമാക്കി. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി അശ്വതി വിശ്വനാഥൻ ചേരുന്നുണ്ട്. അശ്വതി, ഈ സംഭവം എപ്പോഴായിരുന്നു? എന്താണ് പ്രാഥമിക നിഗമനം? സംഗീത, ഇസ്രായേലിലെ ടെൽ-അവീവിന് സമീപമുള്ള ബാറ്റിയാമിൽ പാർക്ക് ചെയ്തിരുന്ന 3 ബസ്സുകളിലാണ് സ്ഫോടനം നടന്നത്. ഇതിൽ 2 ബസ്സുകളിലെ ബോംബ് നിർവീര്യമാക്കിയിട്ടുണ്ട്. പാർക്ക് ചെയ്തിരുന്ന ബസ് ആയതുകൊണ്ട് തന്നെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പരിക്കേറ്റവരുടെ എണ്ണം വ്യക്തമല്ല. എന്തൊക്കെയായാലും ഈ ഒരു സംഭവത്തിന് പിന്നിൽ ഭീകരാക്രമണമാണെന്നാണ് ഇസ്രായേൽ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഭീകരാക്രമണമാണെന്നുള്ള സംശയം മാത്രമാണ്. ഈ ഒരു സംഭവ സ്ഥലത്ത് നിന്ന് തുൽക്കമറിൽ നിന്നുള്ള പ്രതികാരം എന്നൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ഈ തുൽക്കമർ എന്ന് പറയുന്നത് ഗാസയിലെ വെസ്റ്റ് ബാങ്കിലെ ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം ഈ തുൽക്കമിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. അതിനുള്ള പ്രതികാര നടപടിയാണോ ഇതിനുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ സൈനിക നടപടികൾ ശക്തമാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോടകം ഉത്തരവിട്ടിട്ടുണ്ട്. മറ്റ് സമീപത്ത് എവിടെയെങ്കിലും സംശയാസ്പദമായ സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ. ഇസ്രായേൽ ഗതാഗത മന്ത്രി മിരി റെഖേവ് തൽക്കാലം മൊറോക്കയിലേക്കുള്ള സന്ദർശനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ഒരു പ്രതി മാത്രമാണോ അതൊന്നിലധികം പ്രതികൾ ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. ഇന്നലെയായിരുന്നു നാല് ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രായേലിന് വിട്ടുകൊടുത്തത്. അതിനുശേഷമാണ് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ എന്തായാലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്രയും പെട്ടെന്ന് തന്നെ ഒരു സുരക്ഷാ യോഗം ചേരുമെന്നാണ് ഇപ്പോൾ നിലവിലെ റിപ്പോർട്ട്. സംഗീത. ശരി അശ്വതി.